എണ്ണയും പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വീടുകളെയും ബിസിനസ്സുകളെയും പ്രത്യേകിച്ച് ഭക്ഷ്യമേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. ഒരു രീതിയിലും പാവപ്പെട്ട സാധുക്കൾക്കൊന്നും ജീവിച്ചു പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള യാതൊരു വിധമായ രക്ഷയുമില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ മൊത്തം നശിപ്പിച്ച് നാശാവിഷമാക്കിയിരിക്കുക. യഥാർത്ഥത്തിൽ ഓട്ടോറിക്ഷ ഓടുന്നവർക്ക് ഡെയിലി ഒരു 100-300 രൂപ വരുമാനം ഉള്ളൂ. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കിട്ടത്തുള്ളൂ. 1 കിലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ 2 ദിവസം ഓടിയെങ്കിലും 1 കിലോ വെളിച്ചെണ്ണ ഓടിക്കാൻ പറ്റും. തേങ്ങയ്ക്ക് 100 രൂപ വിലയായി, വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ വിലയാണ്. പിന്നെ നിത്യോപ സാധനങ്ങൾക്കെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക. മീൻ പിന്നെ കടലിൽ മീനില്ല, പിന്നെ നമ്മൾ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല. മഴയും വെള്ളവും കാറ്റും ഒക്കെ കടലിൽ മീനും കാര്യങ്ങളൊന്നുമില്ല, അത് പോട്ടെ. ബാക്കിയുള്ള ഒരു സാധനങ്ങളും മേടിച്ച് മനുഷ്യൻ പാവത്തങ്ങളെപ്പോൾ ഞങ്ങളെപ്പോൾ ഓട്ടോറിക്ഷക്കാർക്കും സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്തവരും പൈസ ഉണ്ടെന്നൊരു പ്രശ്നമേ അല്ല. എത്ര രൂപ വേണമെങ്കിൽ അവർ കൊടുത്ത് മേടിച്ച് കഴിക്കാനും അവർക്ക് മേടിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മളെപ്പോൾ ഉള്ളവർക്കാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥപ്പെട്ട് കിടക്കുന്നത്. ഗവൺമെൻറ് ഇടപെടാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. കാര്യം വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വിലയായി, തേങ്ങയ്ക്ക് വിലയായി, സകല പച്ചക്കറി സാധനങ്ങൾക്കും എല്ലാത്തിനും വില കൂടുതലാണ്. ഗവൺമെൻറ് ഒന്ന് വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാക്കാണ്, ഏത് സാധനത്തിന് വില കൂടിയാലും ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും. ഇത് കേരളത്തിൻ്റെ ഒരു ഭാഷയാണ്. നിലവിൽ ഇപ്പം വിലക്കയറ്റത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിന് ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയാൽ മാത്രമേ അതിനകത്ത് കാര്യം നടക്കൂ. അല്ലാതെ പിന്നെ ഓരോ ഘട്ടത്തിലും വിലക്കയറ്റം മാറിക്കൊണ്ടിരിക്കുന്നു, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ പറ്റി ഒരു അഭിപ്രായം പറയുമ്പോൾ അതെല്ലാത്തിലും ഒരു ഐക്യത വരുന്നില്ല. ഇപ്പോൾ പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നേരത്തെ പെട്ടെന്ന് കൂടിയ സമയത്ത് ഇവിടെ കാളവണ്ടി വെച്ച് സമരം ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഈ എണ്ണയ്ക്ക് വില കൂടിയപ്പോൾ, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ ഒന്നും പറയുന്നില്ല. ഈ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ മറ്റു എണ്ണകളുണ്ട്, അതിനും വില അഡ്ജസ്റ്റ് ചെയ്ത് കൂടുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയും പ്രതികരിക്കുന്നത് എല്ലാം വെളിച്ചെണ്ണ. ഗൾഫിൽ പോയാലും ഗൾഫിൽ കൂടുതൽ വെളിച്ചെണ്ണ അല്ല, എല്ലായിടത്തും സൺഫ്ലവർ ഓയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് വലിയ പ്രതിഷേധം കാണിക്കുന്നില്ല. ഒരുപാട് പേര് ഇവിടെ കടയിൽ വരുന്നത് ഒരുപാട് പേര് വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഇപ്പം സൺഫ്ലവർ ഓയിലിൻ്റെ ഇപ്പോഴത്തെ അടുത്ത കാലത്തുള്ള വീഡിയോ കണ്ടപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും വെളിച്ചെണ്ണയിൽ കടന്നവരും ഉണ്ട്, വിലക്കയറ്റം നോക്കാതെ. അങ്ങനെ നടക്കുന്നുണ്ട്. അതിനെന്താണ് പ്രതിവിധി ഉണ്ടാകുന്നതെന്നുള്ളതിനെ പറ്റി നമുക്ക് ഇതുവരെയ്ക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ മറ്റുള്ള എണ്ണയും തേങ്ങയും കൊപ്രയും കാര്യങ്ങളൊക്കെ ഈ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെയുള്ള മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മളും ചാർജുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. ഓരോ സാധനങ്ങൾക്കും ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയെന്ന് മാത്രമല്ല, വെളിച്ചെണ്ണ ഏതാണ്ട് 480 രൂപയോളമായി. ശക്കിലാട്ടിയ എണ്ണയൊക്കെ 480 രൂപ റേറ്റാണിപ്പം. അതുപോലെ ഓരോ സാധനങ്ങൾക്കും വില കൂടുക. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കാനൊക്കാത്തൊരു അവസരം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് തക്കതായ വില നിയന്ത്രണം ഏർപ്പെടുത്തണം. വില നിയന്ത്രിച്ച് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലാതെ നമ്മളെ ഇവിടെ കിടന്ന് പാടുപെടുക. നമുക്ക് ഒരു ദിവസം 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 500 രൂപ കൊണ്ട് ഇപ്പോൾ ദിവസം ഒരു വീട് കഴിയാൻ വലിയ പാടാണ്. കൂടുതൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അതിപ്പോൾ വെളിച്ചെണ്ണ മാത്രമല്ല, തേങ്ങ മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന പൈസയ്ക്ക് നമുക്കൊരു വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. അത് സർക്കാർ അതിന് കർശനമായിട്ട് ഇടപെട്ട് വില നിയന്ത്രണം ഏർപ്പെടുത്തണം. സകല സാധനത്തിനും വില കൂടുതലാണ്. 1000 രൂപ കൊണ്ടൊരു കടയിൽ കയറി 50 ശതമാനം കിറ്റിനകത്ത് കൊണ്ടുള്ള സാധനം കിട്ടുന്നില്ല. ഇപ്പോൾ സാധാരണക്കാരൻ നിത്യവൃത്തി ഇല്ലാത്തവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഏത് സാധനത്തിനാണ് വില കുറവ്? ഒരു സാധനമില്ല. പാവപ്പെട്ട വീട്ടിലൊക്കെ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ നോക്കുമോ? 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇത് തന്നെ 450 രൂപ വാങ്ങണ്ട. 600 ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ നോക്കും? ആൾക്കാർ എണ്ണ വാങ്ങിക്കാൻ നോക്കുമോ? ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ പട്ടിണിയായി പോകത്തില്ലേ?